നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പണം നഷ്ടപ്പെടുത്താതെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. അപ്പോ നീ അവളുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. നെല്ലിശ്ശേരിയിലെ ആളുകളുടെ വിശ്വാസമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും വലുത്, പ്രത്യേകിച്ച് അർച്ചനയുടെ. നിങ്ങൾ വീട്ടിൽ വിളിച്ച് ആരോടെങ്കിലും വരാൻ പറയൂ. വെറുതെ കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഇയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് ധനുഷ് പറ്റി? ആക്സിഡന്റ് ആണോ? ഇത് ആക്സിഡന്റ് ഒന്നുമല്ല, ആരോ തല്ലിയതാ. പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ ഇയാള് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളാരാ, വൈഫാണോ? അതെ. കുറച്ച് കഴിയുമ്പോ ഫാർമസി പോയി ഈ മരുന്ന് വാങ്ങണം. ശരി. എന്താ ഉണ്ടായത്? ആരാ ധനുഷിനെ ആക്രമിച്ചത്? അതെനിക്കറിയില്ല, പക്ഷേ അവരെന്നെ തന്നെ ഫോളോ ചെയ്ത് വന്നതാ. അവര് ധനുഷിനെ വെറുതെ ഫോളോ ചെയ്ത് വന്നതാണോ, അതോ ധനുഷ് പ്ലാൻ ചെയ്തിട്ട് വന്നതാണോ? നോക്കണ്ട, ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം അത് തന്നെ. എവിടെന്നോ കുറെ ഗുണ്ടകൾ വരുന്നു, ആക്രമിക്കുന്നു, എന്നിട്ട് പണവും തട്ടിയെടുത്തോണ്ട് പോകുന്നു. ഇത് ഞാൻ വിശ്വസിക്കണോ? ഏട്ടത്തി, ഞാൻ പറയുന്നത് സത്യം. അവരാരാണെന്ന് എനിക്കറിയില്ല. അപ്രതീക്ഷിതമായിട്ട് അവരെന്നെ ആക്രമിച്ചത്. അപ്പോ ആ 50 ലക്ഷം രൂപ അവർ കൊണ്ടുപോയോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. ആ പണം നിന്റെ കയ്യിലുള്ള കാര്യം നീ തന്നെ ആരെയോ വിളിച്ചറിയിച്ചു. നീ തന്നെ ഏർപ്പാടാക്കിയ ഗുണ്ടകള് നിന്നെ ആക്രമിക്കുന്നതായി ഒരു സീനും ഉണ്ടാക്കി. എന്നിട്ട് പണവും നീ തന്നെ തട്ടിയെടുത്തു. ഇതല്ലേ സത്യം? എന്തിനാ എഴുന്നേക്കുന്നേ? സത്യം പറ ധനുഷ്, എന്താ ഉണ്ടായേ? ആ പണം മുഴുവൻ ഈ ബാഗിൽ തന്നെയുണ്ട്. വേണമെങ്കിൽ എണ്ണി നോക്കാം. അർച്ചന അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആരായാലും തെറ്റിദ്ധരിക്കും, അതും ഇത്തരം ഒരു സാഹചര്യത്തിൽ. 50 ലക്ഷം ഒരു ചെറിയ തുകയല്ലല്ലോ. പിന്നെ പണം എങ്ങനെ തിരിച്ചു കിട്ടിയേ? വണ്ടി എടുക്കടാ. സോറി ധനുഷ്, ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ പണമായിട്ട് മുങ്ങിന്ന് കരുതിയല്ലേ. അടിപിടിക്കിടയിൽ എന്റെ ഫോൺ എവിടെയോ പോയി, അതുകൊണ്ടാ ആരെയും വിളിക്കാൻ പറ്റാത്തത്. നീ എന്തിനാ കരയുന്നേ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് പരിക്കളൊക്കെ പറ്റി, അതൊക്കെ സ്വാഭാവികമല്ലേ. അവര് കുറച്ച് ആളുകളുണ്ടായിരുന്നു,
ഒറ്റയ്ക്ക് എനിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ സൂപ്പർമാനൊന്നും അല്ലല്ലോ. ഒരുപാട് അടി കിട്ടിയോ? സാമാന്യം നല്ലപോലെ കിട്ടി. അമ്മമാരുടെ പേരിൽ കേസ് കൊടുക്കണം. അതൊന്നും വേണ്ട. എന്തായാലും പണം നഷ്ടപ്പെട്ടില്ലല്ലോ. എന്റെ ജീവൻ പോയാലും പണം നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്റെ പൊന്നു മോളെ, ആശുപത്രിയിലോട്ട് വരാൻ പറയുമ്പോ ഏത് ആശുപത്രിയിലാണെന്ന് പേരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അയ്യോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മേനോൻ സാറ് കേൾക്കാത്തതായിരിക്കും. വെപ്രാളത്തിന്റെ ഇടയിൽ ഞാൻ അതൊന്നും കേട്ടില്ല മോളെ. 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ ഞാൻ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാശാണെന്നറിയാമോ? മേനോൻ സാറിന്റെ പണം എവിടെയും പോയിട്ടില്ല. എണ്ണി നോക്ക്. മേനോൻ സാറിന് കിട്ടാനുള്ള മുഴുവൻ പണമുണ്ട്. മോള് പറഞ്ഞ എനിക്ക് വിശ്വാസം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എടാ മോനെ, നീ ആള് കൊള്ളാട്ടോ. ഇത്രയൊക്കെ തല്ലി കിട്ടിയിട്ടും നീ പണം കളഞ്ഞില്ലല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില്. എന്നാ പിന്നെ മേനോൻ സാർ ചെല്ല്. ശരി മോളെ. ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒരു ചായ കിട്ടിയ കൊള്ളായിരുന്നു. ഞങ്ങൾ താഴെ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാം. അവന്തിനടുത്താണല്ലോ വിളിക്കുന്നത്. വിവരം അറിയാൻ വിളിക്കുന്നതായിരിക്കും. എടുക്കും. ഹലോ. ആ സ്നേഹേ, ധനുഷിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ധനുഷിന്റെ അടുത്തുണ്ട്. ആ, സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് കൊടുക്കോ? ആ, ഞാൻ കൊടുക്കാം. ദാ അവന്തി എടുത്തിയ സംസാരിക്കേ. നിങ്ങൾ സംസാരിക്കേ. ഞങ്ങൾ പോയി ചായ വാങ്ങിച്ചിട്ട് വരാം. വാ എടുത്തി. ഹലോ. നിനക്ക് സുഖാണോ? ഒരുപാട് തല്ല് കിട്ടിയെന്ന് കേട്ടു. വന്നവർ അവരുടെ പണി നന്നായിട്ട് ചെയ്തു. നിനക്ക് സന്തോഷമായി കാണുമല്ലോ. നിനക്കേ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അതിപ്പോഴല്ല, കുറച്ചു മുൻപായിരുന്നു. ആ, നീ ഇപ്പോ അർച്ചനയുടെ വാലാട്ടിപ്പട്ടിയായി മാറിക്കഴിഞ്ഞു. പട്ടിയെപ്പോലെ സ്നേഹമുള്ളതും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ഒരു ജന്തു ഈ ലോകത്ത് വേറെയില്ല. ആ വിശ്വാസം ഞാൻ കാത്തിട്ടുണ്ട്. തല്ല് കിട്ടിയെങ്കിലും ആ പണം നഷ്ടപ്പെടുത്താതെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. അപ്പോ നീ അവളുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. നെല്ലിശ്ശേരിയിലെ ആളുകളുടെ വിശ്വാസമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും വലുത്, പ്രത്യേകിച്ച് അർച്ചനയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.